എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ അമ്പലനടയിൽ ഇന്ന് കാണാൻ പോയി. അപ്പോ പടമിറങ്ങി 3ാമത്തെ ദിവസമാണ്. ഇന്നാണ് കാണാൻ തോന്നിയത്. അങ്ങനെ സിനിമ കണ്ടു. മൊത്തത്തിൽ ഒരു ബോറടിക്കാത്ത രസകരമായ ഒരു അനുഭവമായിരുന്നു സിനിമ. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, വിപിൻ ദാസിന്റെ ഡയറക്ഷൻ. വിപിൻ ദാസ് ജയ 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 ഹേ സിനിമയുടെ സംവിധായകനാണ് വിപിൻ ദാസ്. ട്രെയിലറിൽ എന്ത് കണ്ടോ അത് തന്നെയാണ് സിനിമ. അതിൽ നിന്നും ഒരല്പം പോലും മുന്നോട്ടോ പിന്നോട്ടോ പോയിട്ടില്ല. മീൻസ് കഥയല്ല ഞാൻ ഉദ്ദേശിച്ചത്, സിനിമയുടെ ശൈലിയാണ്. ശൈലി ഒരു ഇഞ്ച് പോലും മുന്നോട്ടോ പിന്നോട്ടോ പോയിട്ടില്ല. ട്രെയിലറിൽ നിന്ന് ഞാൻ എന്താണോ പ്രതീക്ഷിച്ചത് അത് തന്നെയാണ് സിനിമയിൽ കിട്ടിയത്. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും കൂടുതൽ കിട്ടിയോ? ഇല്ല. ഞാൻ ഉദ്ദേശിച്ച പോലുള്ള ആ തമാശയും ആ ഒരു ഇൻട്രസ്റ്റും തന്നെയാണ് സിനിമ കീപ്പ് ചെയ്തത്. സിനിമയുടെ ഏറ്റവും വലിയ ഗുണം ഞാൻ ഈ പറഞ്ഞതാണ്. പൈസ കൊടുത്ത് തിയേറ്ററിൽ കയറിയാൽ, കുടുംബസമേതം കയറിയാൽ ബോറടിക്കാത്ത ഒരു അനുഭവമായി തിരിച്ചിറങ്ങാം. അതാണ് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. ഇനി കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കഥ, ഇനി കഥയെ പറ്റി പറയാം. കഥ എത്രത്തോളം രസകരമായ നല്ലൊരു കഥയാണെന്ന് ചോദിച്ചാൽ, ഒരു സിനിമ എടുക്കാൻ പറ്റിയ നല്ലൊരു കഥയാണ്. ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു ഹാസ്യ ചിത്രം എന്നുള്ള രീതിയിൽ മെനഞ്ഞെടുക്കാൻ പറ്റിയ ഒരു നല്ല കഥ തന്നെയാണ്. പക്ഷെ ഈ കഥ നമ്മൾ പണ്ട് കണ്ട 1990കളിൽ രാജസേനനും സിദ്ദിഖ് ലാലൊക്കെ ചെയ്ത പല സിനിമകളുമായി നല്ല സാമ്യം തോന്നും. കുറ്റം പറയുന്നില്ല. അതേ ആ കാലഘട്ടത്താണെങ്കിൽ ഈ കഥ ഇതിനേക്കാൾ ഒരു 3 ഇരട്ടി നന്നാക്കി എടുക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ അന്നത്തെ കിടിലം ഡയറക്ടേഴ്സിന്റെയും കിടിലം നടീനടന്മാരുടെയും കയ്യിൽ കിട്ടിയാൽ. അന്നത്തെ ഹാസ്യ നടന്മാർ ഇപ്പോ ഹരിശ്രീ ശോഭൻ, കൊച്ചിൻ ഹനീഫ, ജഗതി ശ്രീകുമാർ, പ്രേംകുമാർ, ഇന്ദ്രൻസ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുണ്ട്. കലാഭൻ മണി, ഇവരൊക്കെ ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ കയ്യിൽ, നമ്മളെ നല്ല ഹാസ്യ സംവിധായകന്മാരുടെ കയ്യിലൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഈ പടം, ഈ കഥ ഇതിനേക്കാൾ എത്രയോ ഇരട്ടി നല്ലൊരു അനുഭവം നമുക്ക് തരാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ആ ഒരു കാലം കഴിഞ്ഞുപോയി. ഇനി അങ്ങനെ ഒരു കാലം ഉണ്ടാവുകയില്ല. ഇത് പുതിയൊരു കാലഘട്ടമാണ്. 2024. 2024 ഹാസ്യത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, തമാശ, ഹാസ്യം, കോമഡി എന്ന് പറയുന്ന സംഭവം മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇന്ന് കോമഡി അല്ല കാണിക്കുന്നത്, പക്ഷെ സിറ്റുവേഷനിലൂടെ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു പരിപാടി. അത് തന്നെയാണ് ഈ സിനിമയിൽ സംഭവിക്കുന്നത്. വാക്കാലെയുള്ള ഒരു കോമഡി, ഒരു വെർബൽ കോമഡി ഒരിക്കലും ഇനിയുള്ള കാലത്ത് നമുക്ക് അധികം കിട്ടുന്നില്ല. അഥവാ ഉണ്ടെങ്കിലും വല്ല അഡൽട്ട് ചുവയുള്ള അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള ചില കോമഡികളായിരിക്കും, വാ കൊണ്ട് വരുന്ന കോമഡികൾ. അല്ലാത്ത പക്ഷം സിറ്റുവേഷനിലൂടെ ഒരു കോമഡി, ഒരാളുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻ വെച്ചോ എന്തെങ്കിലും ഒരു ഗോളടിക്കുന്നത് വെച്ചോ ചിരിക്കുന്ന ഒരു അവസ്ഥ, അത് തന്നെയാണ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തമാശ ചിത്രമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തമാശയായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ സിറ്റുവേഷൻ അനുസരിച്ച് 1-2 സാഹചര്യങ്ങളിൽ ഒരു ചിരി വന്നു പോകും. ഞാൻ പറഞ്ഞല്ലോ, സിറ്റുവേഷൻ അനുസരിച്ച് ക്രിയേറ്റ് ആയി ചില ആസ്ഥാനത്ത് പറയുന്ന ചില ഡയലോഗുകൾ, ചില പിറുപിറുക്കലുകൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരി വരും. അങ്ങനെ ചിരി വന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു വലിയൊരു കോമഡി പടം, സ്റ്റാൻഡേർഡ് കോമഡികളുടെ ഒരു ഭയങ്കരമായ ഒരു കൂട്ടമാണ് ഈ സിനിമ എന്നൊന്നും ഞാൻ പറയുന്നില്ല. കോമഡിയുടെ കാലം കഴിഞ്ഞു. ഇന്നുള്ള കോമഡികൾ വേണമെങ്കിൽ ചിരിക്കാം. അപ്പോ ഇനി അടുത്ത് മോശം കഥ. നല്ലൊരു കഥയാണ്, കുഴപ്പമില്ല, നല്ലൊരു സിനിമ എടുക്കാൻ പറ്റിയ കഥയാണെന്ന് പറഞ്ഞു. ഇനി അടുത്ത് പ്രശ്നം കിടക്കുന്ന തിരക്കഥയാണ്. തിരക്കഥ വളരെ മോശമാണ്. അതിനേക്കാൾ മോശമാണ് അതിലെ സംഭാഷണങ്ങൾ. തിരക്കഥ മോശം എന്ന് പറയാൻ, ഈ ഒരു കഥയെ നമുക്ക് പറഞ്ഞു തീർക്കണമെങ്കിൽ രസകരമായ കുറെ സംഭവങ്ങൾ നിരത്തി എടുക്കുന്നതിനെയാണ് തിരക്കഥ എന്ന് പറയുന്നത്. ഒരു കഥയെ എങ്ങനെ സംഭവങ്ങളിലൂടെ പറഞ്ഞു തീർക്കാം. അങ്ങനെ പറഞ്ഞിരിക്കുന്ന എല്ലാ സംഭവങ്ങളും, പല സംഭവങ്ങളും ഏച്ചിലാണ്, അനാവശ്യമാണ്, ഒരു ഗുണമില്ലാത്ത കാര്യങ്ങളാണ്. നമുക്ക് കഥയ്ക്ക് ഒരാവശ്യമില്ലാത്ത കുറെ സംഗതികൾ ചേർത്ത്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ആവശ്യമില്ലാത്ത ഒരുപാട് സംഗതികൾ ചേർത്താണ് ഈ സിനിമ ഫില്ല് ചെയ്ത് പോയിരിക്കുന്നത്. ക്ലൈമാക്സ് എത്തിക്കാൻ അതിനു മുമ്പ് ഒരുപാട് സംഭവങ്ങൾ. എന്നാൽ ഇതിനേക്കാൾ രസകരമായ ഒരുപാട് സംഭവങ്ങൾ കഥയിൽ മിക്സ് ചെയ്ത് ഇതിനെ വേറെ ലെവലിൽ എത്തിക്കാൻ പറ്റുമായിരുന്നു, ഉറപ്പാണ്. അതേപോലെ സംഭാഷണങ്ങൾ, അത് ഏത് ഫീൽ ആയാലും, കോമഡി ആയാലും ശരി, സെന്റിമെന്റ്സ് ആയാലും ശരി, അല്ലെങ്കിൽ മോട്ടിവേഷൻ ആയാലും ശരി, ഒരാളുടെ മനസ്സ് പറഞ്ഞു മാറ്റുന്ന അവസ്ഥയായാലും ശരി, എന്ത് സാഹചര്യത്തിൽ പറയുന്ന, സീരിയസ് ആയിട്ടും കോമഡി ആയിട്ടും ദേഷ്യത്തിലും എന്ത് പറഞ്ഞാലും നമുക്കൊന്നും തോന്നുകയില്ല. യാതൊരു ഇമ്പാക്റ്റും ഇല്ലാത്ത, വെറും നാടകത്തിനും താഴെ നിൽക്കുന്ന സാധാരണ നാടകീയ ഭാഷ ഇങ്ങനെയുള്ള സിനിമകൾ ഉപയോഗിക്കാറുണ്ട്, തെറ്റ് പറയുന്നില്ല. പക്ഷെ ഇത് ഒരു ഗുണവുമില്ലാത്ത സംഭാഷണങ്ങളായി പോയി. ഭാര്യ ഭർത്താവിനെ നോക്കി പറയുന്നതായാലും, ചേട്ടൻ അനിയനെ നോക്കി പറയുന്നതായാലും, ദേഷ്യത്തിൽ പറയുന്നതായാലും ഒന്നും നമുക്ക് ദേഷ്യത്തിൽ പറഞ്ഞാൽ പേടിയും തോന്നുന്നില്ല, ഹാസ്യം പറഞ്ഞാൽ തമാശയും തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. സംഭാഷണം വളരെ മോശം, തിരക്കഥയും മോശം, കഥ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇനി കഥാപാത്രങ്ങൾ. കഥയിൽ അനാവശ്യമായ ഒരുപാട് കഥാപാത്രങ്ങളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചില മെച്യൂരിറ്റി ഇല്ലാത്ത കുറച്ച് പയ്യന്മാരെയൊക്കെ പിടിച്ച് കയറ്റിയിട്ടുണ്ട്. ഒരു മായൻകുട്ടി വി എന്ന് പറയുന്ന ഒരു പയ്യൻ, പിന്നെ ഒരു എന്ത് പറയാം, പിന്നെ ഈ നമ്മുടെ നായകന്റെ ബേസിലിന്റെ അനിയനായി വരുന്ന ഒരു പയ്യൻ,
പിന്നെ യോഗി ബാബുവിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയില്ല. പൃഥ്വിരാജിന്റെ കയ്യിൽ ഒരുപാട് കാശുള്ളതുകൊണ്ടാണെന്നറിയില്ല. യോഗി ബാബുവിന്റെ റെമ്യൂണറേഷൻ ഒരു കോടി രൂപയാണ്. ഈ 1 കോടി രൂപയൊക്കെ കൊടുത്ത് പുള്ളിക്കാരനെ എന്തിന് സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നറിയില്ല. പുള്ളിക്കാരനുള്ള ഒന്നും ചെയ്യാനില്ല, ഈ പറഞ്ഞവർക്കൊന്നും ചെയ്യാനില്ല. കുറെ കോമഡികളെ അരോചകമാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഇവർക്കൊന്നും യാതൊരു ആവശ്യമില്ല. ഇവരെയൊക്കെ മാറ്റിയിട്ട് കഥയിൽ ആവശ്യമുള്ള സംഭവങ്ങൾ ചേർത്ത് കൊണ്ടുപോയിക്കൂടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇനി അഭിനേതാക്കൾ, പൃഥ്വിരാജിന് ഒട്ടും വഴങ്ങാത്തൊരു സാധനമാണ് കോമഡി. അത് നിങ്ങൾക്ക് പണ്ട് മുതലേ അറിയാമായിരിക്കാം. പൃഥ്വിരാജിന്റെ ചില തമിഴ് സിനിമകളായാലും മലയാള സിനിമകളായാലും കോമഡിക്ക് മാത്രം പൃഥ്വിരാജിനെ അത്രയ്ക്ക് കൊള്ളില്ല. പുള്ളിക്കാരൻ സീരിയസ് റോളുകൾക്ക് നന്നായിട്ട് ചെയ്യും. 18 വയസ്സ് സിനിമയിൽ വന്ന പൃഥ്വിരാജിന് 40 വയസ്സ് കഴിഞ്ഞിട്ടും പറ്റാത്ത ഒരു കാര്യമാണ് കോമഡി. പൃഥ്വിരാജ് കോമഡി പറഞ്ഞ് ഇന്ന് വരെ ചിരിച്ച ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. കഥയുടെ ഇടയിൽ കൂടെ കോമഡി വരുമായിരിക്കാം, പക്ഷെ കോമഡി മാത്രമായിട്ട് പുള്ളിക്കാരന് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ പുള്ളിക്കാരൻ പല ഭാഗത്തും തോറ്റുപോയിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബ്രോഡാഡിയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം, അതേപോലെ തന്നെ. അപ്പോ അതങ്ങനെ. പിന്നെ ബേസിൽ നമ്മൾ കാണുന്ന ബേസിലാണ്, പ്രത്യേകിച്ച് ബേസിലിന് പുതുമയൊന്നും അതിലില്ല. പിന്നെ നായികമാരെ അനശ്വര, പിന്നെ നിഖില വിമൽ, ഈ രണ്ടുപേർക്കും സംഭാഷണങ്ങളായി പ്രത്യേകിച്ചൊന്നുമില്ല. രണ്ടുപേർക്കും സൗന്ദര്യം കാണിക്കാനും മുഖഭാവങ്ങൾ കാണിക്കാനും ഡാൻസ് ചെയ്യാനും ഒക്കെ വേണ്ട അവസരങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് സംവിധായകൻ. പിന്നെ ഗുരുവായൂർ അമ്പല നട ക്ലൈമാക്സിൽ സെറ്റ് ഇട്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. സെറ്റ് എന്ന് പറയുന്നു, അത് കണ്ട് ആസ്വദിക്കണമെങ്കിൽ അതിനൊരു ലോങ് ഷോട്ടെങ്കിലും വേണം. മൊത്തം ക്ലോസപ്പ് ഷോട്ടുകളും മുക്കും മൂലയുമാണ് ഇങ്ങനെ ക്യാമറയിൽ കവർ ചെയ്തിരിക്കുന്നത്. അതിലൊരു ക്രെഡിറ്റ് ഒന്നും അർഹിക്കുന്നതായി എനിക്ക് തോന്നുന്നില്ല. അത് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഒരു സെറ്റ് ആണെന്ന് ആസ്വദിക്കാൻ പറ്റുന്നില്ല. തിക്കും തിരക്കിന്റെ ഇടയിൽ ഉള്ളിൽ കുറെ ക്യാമറ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നു എന്നല്ലാതെ അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ മാത്രം അതിൽ യാതൊന്നും തോന്നിയില്ല. പിന്നെ ഇതിലേറ്റവും മോശമായി തോന്നിയത് ഒരു സ്റ്റണ്ട്. ഞാൻ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും മോശപ്പെട്ട ഒരു സ്റ്റണ്ട് രംഗമാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് ഉള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൈവച്ച് എന്തൊക്കെയോ കാണിക്കുന്നതല്ലാതെ മിഡിൽ ഷോട്ട് കാണിച്ചാണ് സ്റ്റണ്ട് കാണിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഘടനം, സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സംഘടനം. പിന്നെ ഇതില് അനാവശ്യമായി കുറെ പാട്ടുകളൊക്കെ സീനിന്റെ ഇടയിൽ കൂടെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് വളരെ മോശമായി തോന്നി. ഈ രംഗങ്ങളുടെ ഇടയിൽ തന്നെ പഴയ സിനിമാ പാട്ടുകൾ, കണ്ണാന്തുമ്പി പോരാമോ, അഴകിയ ലൈല, ഈ പാട്ട്, പിന്നെ തൊന്തരവ് തൊന്തരവ് എന്ന് പറഞ്ഞ സിനിമയുടെ വേറൊരു പാട്ട്, വേറെ എന്തൊക്കെയോ പാട്ട്, ഈ ചുമ്മാ സീനുകളുടെ ഇടയിൽ BGM പോലെ പാട്ടുകൾ ഇങ്ങനെ കയറ്റി അനാവശ്യ രംഗവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറെ പാട്ടുകൾ കയറ്റിയിട്ട് ഇതൊക്കെ വളരെ ബോറായി പോയി എന്ന് വേണം പറയാൻ. ഈ കഥയെ കുറച്ചുകൂടെ സ്പീഡാക്കണം, സംഭവങ്ങളെ കുറച്ചുകൂടെ സ്പീഡാക്കണം. പിന്നെ ഫസ്റ്റ് ഹാഫിൽ നല്ല എച്ചിൽ ഫീൽ ചെയ്തു 1-2 സംഭവങ്ങൾ. പൃഥ്വിരാജും ബേസിലും ആദ്യമായി കാണുന്ന രംഗത്തിൽ അനാവശ്യ സ്ലോ മോഷൻ, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട്, ഇതെല്ലാം ഔട്ട്ഡേറ്റഡ് ആണ്. പിന്നെ ഈ കഥ മൊത്തത്തിൽ പണ്ട് നടക്കുന്ന രീതിയിലാണ്. ഒരു താലികെട്ടിന് വേണ്ടി കാണിക്കുന്ന ഇത്, മുഹൂർത്തത്തിനുള്ളിൽ താലി കെട്ടുക, താലിക്ക് വേണ്ടിയുള്ള ബഹളങ്ങൾ ഒന്നും പറയുന്നില്ല കൂടുതൽ. അതെല്ലാം ഒരു പഴയ ശൈലിയാണ്. പിന്നെ മൊത്തത്തിൽ ഇത് ചുരുക്കി പറഞ്ഞ ഇതൊരു ഹൈടെക് സീരിയൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു TV സീരിയലിന്റെ വേറൊരു രൂപമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ ചിന്തിക്കാം. ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന, മുക്കും മൂലയും തൊട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു TV സീരിയൽ തുറന്നു പറഞ്ഞാൽ ഇതിനേക്കാൾ നിങ്ങൾക്ക് ഉപ്പും മുളകും എൻജോയ് ചെയ്യാൻ പറ്റും, ചക്കപ്പഴം എൻജോയ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള TV സീരിയലുകളൊക്കെ ഇതിനേക്കാൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ സംഭവബഹുലമാണ്. സംഭവബഹുലത്തിനും അപ്പുറം രസകരമായ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക്. ഞാൻ പറയുന്നത് ആ ചക്കപ്പഴത്തിന്റെയോ ഉപ്പുമുളകിന്റെയോ ടീമിന് ഈ സിനിമ കൊടുത്തിരുന്നെങ്കിൽ അവര് ഉഗ്രനായിട്ട് ഈ സിനിമ ചെയ്ത് കൈ തന്നെ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൈ തന്നെ. ആ ഒരു ശൈലിയിൽ ഈ സിനിമ എടുത്തിരുന്നെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തതിനെ. അപ്പോ എന്തു പറയാം, ഇതാണ് എനിക്കുണ്ടായ അനുഭവം. പോസിറ്റീവ് പറയാം, നിങ്ങൾ കണ്ടാലും ബോറടിക്കില്ല. പക്ഷെ ഇതിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട്, അസാമാന്യമായിട്ടും അസാധ്യമായിട്ടും യാതൊരു കാര്യവും തോന്നില്ല. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൽ ഇങ്ങനെ ഒരു സിനിമ കുറച്ചുകൂടെ മെച്ചപ്പെട്ട് നല്ല രീതിയിലാക്കി ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോ ഇതാണ് ഗുരുവായൂർ അമ്പലനടയിൽ. നിങ്ങൾക്കും മോശമില്ലാത്ത അനുഭവം ഉണ്ടാവും. തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്ന് ഞാൻ പറയില്ല. തിയേറ്ററിൽ പോയി കണ്ടാൽ വലിയ നഷ്ടമില്ല. ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു കഴിഞ്ഞു, സിനിമ അവിടെ കളഞ്ഞു, തിരിച്ചു വന്നു. പിന്നെ ഓർക്കുന്നത് ഈ റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ്.